ഏറ്റവും അധികം ചെയ്തതിൽ ചാരിതാർത്ഥ്യം കിട്ടിയ ഒരു ഭയങ്കര സക്സസ് കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു റെസ്ക്യൂ ഏതായിരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. ചിലത് ഈ തല മൊത്തത്തില് വൂണ്ടായിട്ട് പുഴു കയറിയിട്ട് കണ്ണവിടെ ഉണ്ടോന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഫുള്ള് നീരടിച്ചിരിക്കുമായിരിക്കും. നീരടിച്ചിരിക്കുന്ന സമയത്ത് അവിടെ കണ്ണുണ്ടോ എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാസങ്ങൾ, 2 മാസം 3 മാസത്തെ ട്രീറ്റ്മെന്റിനകത്ത് ഈ മുറിവ് ഉണങ്ങി വരുമ്പോഴത്തേക്ക് മുഖത്തെ നീര് കുറയും. അങ്ങനെ വന്നുമ്പോഴത്തേക്ക് ആ ഡോഗിന് 2 കണ്ണുകളും ഉണ്ടായിരുന്നു. 2 കണ്ണും ഉണ്ടായിട്ട് ആ ഡോഗ് നോർമൽ ജീവിതത്തിനകത്തോട്ട് തിരിച്ചു വന്നു. ഇതേപോലെ തന്നെ ഒരുപാട് കേസുകളുണ്ട്, ഒരുപാട്. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ 2-3 ഡോഗ്സിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട കേസസ് കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 2 ലാബ്രഡോർ ഉണ്ട്. അതെന്തായിരുന്നു സംഭവിച്ചത്? ഒരു ലാബ്രഡോർ ഡോഗിനെ കൊല്ലത്ത് ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയതായിരുന്നു. അന്നേരം നമ്മളല്ല, വേറൊരു വഴിയാത്രക്കാരായിട്ടുള്ള 2 ബ്രോസ് ആണ് കണ്ടുപിടുത്തുന്നത്. അന്നേരം ഇതിനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായില്ല ഇതിന് കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അവർ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡോഗ്, ഒരു ഏതാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒരു ഡോഗിനെ കൊണ്ടുവന്ന് കളയുമ്പോഴത്തേക്ക് അവർക്ക് റോഡിനെ പറ്റി അറിയത്തില്ല. അന്നേരം വണ്ടി ഇടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെയുള്ള മുനിസിപ്പാലിറ്റിയുടെ അല്ല കോർപ്പറേഷന് നമ്മുടെ വേസ്റ്റിന്റെ ഇടാനായിട്ടുള്ള ബോക്സ് ഉണ്ടായിരുന്നു. മറ്റേ കൂട് പോലെ ഇരിക്കുന്നത്. അവരതിനകത്തോട്ട് ആ റോഗ് പിടിച്ചിട്ട് അടച്ചിട്ട് അന്നത്തെ ദിവസം പിറ്റേ ദിവസം ആഹാരം കൊടുത്തു. പിറ്റേന്നാണ് ഞാൻ ചെല്ലുന്നത്. ചെന്നുപോയി നോക്കുമ്പോഴത്തേക്കാണ് ഈ ഡോഗിന് കാഴ്ചയില്ലെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുമ്പോഴാണ് അവരും അറിയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു. അന്നേരം ഈ ഡോഗിന് എത്ര പ്രായമുണ്ട്, എന്നാണ് കാഴ്ച നഷ്ടപ്പെട്ടത്, ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു കണ്ണിന്റെ ലെൻസ് മാറ്റി വെച്ചു. പക്ഷെ സക്സസ് ആയില്ല, ആ ഡോഗിന് കാഴ്ച കിട്ടിയില്ല. അന്നേരം അത് ജന്മന ഉള്ളതോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിരിക്കണം. അല്ലാതെ ഈ പ്രായം കൂടിയത് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർജറിക്കകത്ത് റിക്കവർ ആവേണ്ടതായിരുന്നു.